പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, പ്രയോഗമാണ് ദൈവത്തെ സൃഷ്ടാവ് എന്നത്. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു മുകളിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും അദ്ദേഹത്തിന് നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിവുണ്ടെന്നും. വാസ്തവത്തിൽ ഈ ചിന്തനങ്ങളൊക്കെ ഇതര സംസ്കാരങ്ങൾ അശാസ്ത്രീയമായി ആളുകളെ വിശ്വസിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ ദൈവം എന്ന ആ കൺസെപ്റ്റ് അവർ ഉൾക്കൊള്ളാതെ പോയത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ആത്മീയത വിട്ടുപോയത്. വാസ്തവത്തിൽ ഇന്ത്യൻ സംസ്കാരം പഠിച്ചിരുന്നുവെങ്കിൽ, ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ വിഡിത്തൊന്നും നമ്മുടെ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, യൂറോപ്യൻ കൺട്രിയിലാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരൊക്കെ കൂടുതൽ ബൈബിൾ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിലിങ്ങനത്തെയൊക്കെ വിഡിത്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സൃഷ്ടാവായിട്ട് ദൈവമുണ്ടെന്നും അദ്ദേഹം സ്വർഗത്തിലിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഇതൊന്നും ഭാരതീയ സംസ്കാരം ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടില്ല. ഈ സൃഷ്ടാവ് എന്ന് ദൈവത്തെ പറയുമ്പോൾ നോക്കൂ, ആ ഒരു ചിന്തനം തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, നമ്മളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ സൃഷ്ടാവ് എവിടെ ഇരിക്കുന്നു? ചോദ്യം ഉണ്ടല്ലോ, സൃഷ്ടാവ് എവിടെ ഇരിക്കുന്നു? ഇപ്പൊ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോരെവിടെ ഇരിക്കുന്നു? LKG കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇനി ദൈവം ലോകം സൃഷ്ടിക്കണമെങ്കിൽ അപ്പൊ ദൈവത്തിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? നിങ്ങളതിനെക്കുറിച്ച് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല. ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ആര് വേണം? പറയൂ, ദൈവം. അപ്പൊ ദൈവം എവിടെയായിരുന്നു? ആ ദൈവത്തിന് ഇരിക്കാനൊരു സ്ഥലം വേണോ? വേണ്ടയോ? അപ്പൊ ആ സ്ഥലം ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലം അവിടെ ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അറിയില്ല. മനസ്സിലായില്ല? മനസ്സിലാവിയോ? നമ്മളൊന്നും ചിന്തിക്കില്ല. ഒക്കെ നമ്മൾ എന്താ പറയുക, പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുന്നവരായിപ്പോയി. ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവായിപ്പോയി. ഇപ്പം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിഡ്ഢിത്തങ്ങൾ മനസ്സിലാവുക. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുണ്ടല്ലോ, കുട്ടികളെയൊക്കെ നിങ്ങൾ വഴിതെറ്റിച്ചു. നിങ്ങളുടെ കുട്ടികളൊക്കെ ഇത്തിരി ബുദ്ധിമാന്മാരായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ ഓടിക്കുമായിരുന്നു അവിടുന്ന്. മനസ്സിലായില്ലേ? ദൈവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവ് അല്ല. അവരങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാം എന്നുള്ളത്. ഭാരതീയ ഋഷീശ്വരന്മാർ പറയുന്നത് ഇത് സൃഷ്ടിയല്ല, ഇതിനെ വിളിക്കുന്നത് സർഗം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 10 ലക്ഷണങ്ങൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതയ. സർഗം എന്നതിന് അർത്ഥം തന്നെ സൃഷ്ടി എന്നല്ല അർത്ഥം, കൂടിച്ചേരുക എന്നർത്ഥം. കൂടിച്ചേരലാണ് സർഗം. അതായത് ഇത് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇതര മതങ്ങൾക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ് നമ്മുടെ ഋഷിമാരെ വിളിച്ചു പറയണത്. കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതെല്ലാം എന്നും അന്നും ഇന്നും എന്നും ഉള്ളതാണ്. ഇതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടതുമല്ല, ഇതൊരിക്കലും നശിക്കപ്പെടുകയുമില്ല. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുന്നത്? കൂടിച്ചേർന്ന് പുതിയ രൂപമുണ്ടാവുന്നു. അത്രയേ ഉള്ളൂ. കൂടിച്ചേരുക, പുതിയ രൂപമുണ്ടാവുക. ആ രൂപത്തിൽ മാത്രമേ മാറ്റങ്ങളുള്ളൂ. അതിൻ്റെ അടിസ്ഥാനമായ സത്യം എന്നും ഉള്ളതാണത്. ഇത് എത്ര പേർക്ക് തലയിൽ കയറുന്നു എനിക്കറിയില്ല. ഉച്ചയ്ക്ക് ശേഷമാണ്, കാരണം മധ്യപ്രദേശ് വർക്ക് ചെയ്യുന്ന സമയമാണ്. ഉത്തർപ്രദേശിലേക്ക് കറണ്ട് കയറാൻ ഇത്തിരി സമയമെടുക്കും. ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് പിടികിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ തലയിൽ ഇത് കയറണമെങ്കിൽ ഇത്തിരി ഒന്ന് ശ്രദ്ധ വയ്ക്കണം നിങ്ങൾ. അപ്പോൾ നേരത്തെ ഉള്ളത് കൂടിച്ചേരുന്നതാണ് സർഗം. നിങ്ങളും എല്ലാവരും എന്നും ഉള്ളവരാണ്. നിങ്ങളുടെ മനസ്സ് അച്ഛനമ്മമാർ സൃഷ്ടിച്ചതല്ല. മുകളിൽ നിന്നൊരു ദൈവം സൃഷ്ടിച്ചതല്ല നിങ്ങളുടെ മനസ്സിനെ.
ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് ഇതര മതക്കാർ പറയുമ്പോൾ അവർ ദൈവത്തെ നിന്ദിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവത്തെ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ദൈവം ഈസ് എ സ്റ്റുപ്പിഡ് മാൻ അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് ഗാഡ് എന്നാണ്. അല്ലെങ്കിൽ ചിന്തിക്കും നിങ്ങൾ, ചിലവര് പണക്കാരുടെ വീട്ടിൽ ജനിക്കുന്നു, ചിലവർ പാവപ്പെട്ടവരുടെ വീട്ടിൽ ജനിക്കണം, ചിലർ അംഗവൈകല്യത്തോടുകൂടി ജനിക്കണം, ചിലർ അംഗത്തോടുകൂടി ജനിക്കണം. ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും ആ ദൈവത്തിന് ആളുകളോട് പറയൂ പാർഷ്യാലിറ്റി ഉണ്ടെന്ന്. കാരണം ചിലരെ റിച്ചായിട്ടും ചിലരെ പാവങ്ങളായിട്ടും ചിലരെ അംഗവൈകല്യവും ചിലരെ കണ്ടിട്ടില്ലേ ഓരോ രൂപങ്ങൾ, എത്ര വികൃതങ്ങളായ രൂപങ്ങൾ, മന്ദബുദ്ധിയുള്ളവര്, ചിലരെ അല്പായുസായിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ളൊക്കെ സൃഷ്ടി ദൈവം ചെയ്തു പറഞ്ഞാൽ ആ ദൈവം എന്നെ സംബന്ധിച്ച് സ്റ്റുപ്പിഡാണ്. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അസ്ഥിശ്ചേത് കശ്ചിത് ഈശ്വര, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ യാചകനാണെന്ന്. ഭാഗവതത്തിൽ കൃഷ്ണന്റെ വാക്കുകളുണ്ട്. ഭാഗവതത്തിൽ ഗോവർദ്ധനോദ്ധാരണ ലീല പറയുമ്പോൾ കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹൈലി യു വിൽ റെസ്പെക്ട് കൃഷ്ണ. കാരണം ഇങ്ങനത്തെ ഒരു ഫൂളിഷ്നെസ്സും വിശ്വസിക്കാൻ കൃഷ്ണൻ നിങ്ങളെ സമ്മതിക്കില്ല. പക്ഷേ ഒരു 2000 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ഈ ഭാരതീയ സംസ്കാരം വിട്ടു. നിങ്ങൾ ഈ ദൈവത്തെ സൃഷ്ടാവാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി. ദൈവം വൈകുന്നേരം എന്താ പറയുക, വിളക്ക് കൊളുത്തിയിട്ടില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, ഫോട്ടോ അങ്ങോട്ട് വെച്ചാൽ ദൈവം സൃഷ്ടിക്കും, കിഴക്കോട്ട് വെച്ചാൽ ദൈവം നിങ്ങളെ എന്താ പറയുക ശിക്ഷിക്കും. ദൈവത്തെ നിങ്ങൾ ശിക്ഷകനായി കാണുന്നു എങ്കിൽ, നിങ്ങൾ ദൈവദോഷം ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുന്നവരാണ്. അത് മറക്കരുത്. നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ പറയും ഒരു കാര്യവുമില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരല്ല, നിന്ദിക്കുന്നവരാണ്. കാരണം നിങ്ങൾക്ക് ഭയമുണ്ട്. ഭാഗവത്തിൽ പറയും അണു അഭിഭയം. നിങ്ങൾ ദൈവത്തെ അല്പമെങ്കിലും ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തെ വേറെയായി കാണുന്നു. വേറെയായി കാണുന്നവരൊക്കെ നിന്ദിക്കുന്നവരാണ്. ഭഗവാൻ അതിനെ വിളിക്കുന്നത് വ്യഭിചാര ഭക്തി എന്നാണ്. നിങ്ങൾ വ്യഭിചാര മനസ്സുള്ളവരാണ്. 14-ാം അധ്യായം എടുത്തു നോക്കൂ. ഞാൻ ഈ പറയുന്നതൊക്കെ ഭാഗവതത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കണം ഞാൻ എൻ്റെ വാക്കുകളാണ് പറയുന്നത്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് ഈ പറയുന്നത്. 10-ാം അധ്യായം ഏകാദശ സ്കന്ധത്തിൽ കാണാം, യാവത്സ്യാൽ നാനാത്വം താവത് ഈശ്വരതോ ഭയം, യാവത് ഈശ്വരതോ ഭയം തേ മുഹ്യന്തി ജന്തവ. അവർ ദുഃഖിക്കും. അവരെ ഒരു ദൈവത്തിന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, അതാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ ജ്യോത്സ്യന്മാരെ സൃഷ്ടിച്ചു കൊടുത്ത ഒന്ന്. ദൈവത്തെ ഭയപ്പെടാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്കോളത്തിൽ നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങൾ കിഴക്കോട്ടല്ല വെച്ചിരിക്കുന്നത്, പടിഞ്ഞാട്ടാണ് വെച്ചിരിക്കുന്നത്, എന്തോ ദോഷമുണ്ട്. ആരാ നിങ്ങൾക്ക് ദോഷം തരിക? ആര് നിങ്ങൾക്ക് ദോഷം തരും? ചിന്തിക്കൂ. ദൈവമാണോ ദോഷം തരിക? ആണോ അല്ലയോ? ദൈവം വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇനി നിങ്ങൾ കൈപൊക്കില്ലേ എനിക്കറിയാം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നിന്ദിക്കുന്നവരാണ് എന്ന്. ഇനി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കൈപൊക്കാൻ പറ്റില്ല. ഞാൻ അഡ്വാൻസായി പറഞ്ഞുപോയി. അത് പറയുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പലരും കൈപൊക്കിയിരുന്നു. മനസ്സിലായില്ലേ? നാം മറ്റ് സംസ്കാരങ്ങളുമായി കൂടിച്ചേർന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നതിൽ നിന്നും അകന്നുപോയി. ഭഗവാൻ പറയുന്നു, നിങ്ങൾ ഈശ്വരനെ ഭയപ്പെടുന്നവരാണോ? നിങ്ങൾക്ക് ഭക്തിയില്ല. കൃഷ്ണന്റെ വാക്കുകൾ ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം എടുത്തു നോക്കൂ. നിങ്ങൾക്ക് ഭക്തിയില്ല. കാരണം യഥാർത്ഥ ഭക്തൻ ദൈവത്തെ ഭയപ്പെടില്ല. എന്നാൽ പിന്നെ ഭയപ്പെടണ്ടേ? ഭയപ്പെടേണ്ടത് ഭഗവാനെയല്ല, ദൈവത്തെയല്ല, സ്വന്തം മനസ്സിനെയാണ്. കാരണം നിങ്ങളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും ഒരു ദൈവവുമല്ല. നിങ്ങളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും സ്വന്തം മനസ്സാണ്. വേറെ ആർക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല. നിങ്ങളെ ദോഷത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് സാധ്യമല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. മനസ്സിലായില്ലേ? മനസ്സ് വിചാരിച്ചാൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റും. ഒരു ദൈവവും നിങ്ങളെ നശിപ്പിക്കില്ല. അതാണ് നാറാണത്ത് ഭ്രാന്തന്റെ കഥയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഗീതയിൽ പറയും, യസ്മാന്നോധിചതേ ലോകാന്നോധിചതേച്ഛയ ഹർഷാമർഷഭയോദ്വേഗൈ
മുക്തോ യസ്സജമേ പ്രിയ. ഹർഷ അമർഷ ഭയ ഉദ്വേഗ മുക്ത, ഭയത്തിൽ നിന്ന് മുക്തനായവൻ മേ ഭക്ത, അവൻ എൻ്റെ ഭക്തനാണ്. അപ്പൊ നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങൾ ആരല്ല? പറയൂ, ഭക്തരല്ല. അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഒരുവിധം നല്ല ജ്യോത്സ്യന്മാരെന്നത് പറയില്ല, അവരൊക്കെ വിഡ്ഢിത്തം പറയാത്തവരാണ്. ഈ എന്താ പറയുക, മുറിമുഖന്മാരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അവരുടെ കയ്യിലാണ് പോവുക, ഇരകളായിട്ട് പോവുക. അതാണ് ഒരു ജ്യോത്സ്യൻ ഒരാളോട് പറഞ്ഞത്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നിങ്ങൾ പോവുക. ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, മറിച്ചേ പ്രശ്നം. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എത്ര കാലം അനുഭവിക്കണമെന്ന്. പറഞ്ഞു, അധികം ഒന്നുമില്ല, ഒരു 1.5 കൊല്ലം കൂടി അനുഭവിക്കണം. 1.5 കൊല്ലം കഴിഞ്ഞാലോ ഒന്ന്, പിന്നെ ശീലമായിക്കൊള്ളുന്നു. കാരണം 1.5 കൊല്ലം അനുഭവിച്ച് പിന്നെ ഇയാൾക്ക് ദുഃഖങ്ങളില്ലാതിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നാം ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ഈ സത്യം മനസ്സിലാക്കും നിങ്ങൾ. 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപം നചൈവ ന ഭവിഷ്യാമ സർവേ വയമദപരം. ഞാൻ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല, നീ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാർ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല. നമ്മളെല്ലാം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. നിങ്ങളെ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ? കൃഷ്ണന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ? പറയൂ നിങ്ങൾ. ആരും ആരെയും സൃഷ്ടിക്കുന്നതല്ല. നേരത്തെ ഉള്ളത് കൂടിച്ചേരുന്നു, വേർപിരിയുന്നു, വീണ്ടും മറ്റൊന്നായി കൂടിച്ചേരുന്നു. വീണ്ടും ഒരു ശ്ലോകം കൂടെ എടുത്തു നോക്കൂ നിങ്ങൾ. 4-ാമത്തെ അധ്യായത്തിൽ ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ അർജുന, ആണോ? എത്രാമത്തെ ശ്ലോകം? 6, 5. താന്യഹം വേത്ത സർവാണി നത്വം വേത്ത പരന്തപ ബഹൂനി ജന്മാനി. ബഹൂനി ജന്മാനി, എനിക്കും നിനക്കും അർജുന ബഹൂനി ജന്മാനി. ബഹൂനി ജന്മാനി പറഞ്ഞാൽ, ബഹൂനി എന്ന് പറഞ്ഞാൽ അനവധി ജന്മങ്ങൾ കടന്നുപോയി. അഹം വേത്ത, ഞാൻ അറിയുന്നു, ത്വം ന വേത്ത, നീ അതിനെക്കുറിച്ച് അറിയുന്നില്ല. അപ്പൊ ഈ കാണുന്നത് ഞാനും നിങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നവരല്ല, അച്ഛൻ്റെ അമ്മയുടെയും ഗർഭപാത്രത്തിൽ നിന്ന്. അച്ഛനും അമ്മയും തന്നിരിക്കുന്നത് കേവലം ഒരു ശരീരം മാത്രമാണ്. ഈ മനസ്സിനെ സൃഷ്ടിച്ചത് അച്ഛനുമല്ല അമ്മയുമല്ല. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും ആരുണ്ട്? മനസ്സ്. ഇനി ഈ ശരീരം പോയാലും ആരുണ്ടായിരിക്കും? ശ്രദ്ധിക്കൂ നിങ്ങളെ. കാരണം മറ്റു മതങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സത്യമാണത് പുനർജന്മം എന്നുള്ളത്. പുനർജനിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, പുനർജനിക്കുക എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ കഴിഞ്ഞ ജന്മങ്ങളെ കാര്യങ്ങൾ ഓർക്കാത്തത്? അങ്ങനെയാണല്ലോ ചോദ്യം വരുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കുട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കുട്ടിയിലും നമുക്ക് കാണാം, ഈവൻ ഞാൻ പറയുന്നത് 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾ, അച്ഛനമ്മമാര് സ്വഭാവം പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ, അച്ഛനമ്മമാരുടെ സ്വാധീനത്തിൽ വരുന്നതിന് മുമ്പുള്ള ആ സമയം, ചെറിയ കുട്ടികളെ ഒരു അതിഥി വന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ 1-2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളും ഒരേ രീതിയിലായിരിക്കുമോ പ്രതികരിച്ചിട്ടുണ്ടാവുക? പറയൂ. ചില കുട്ടികൾ വേഗം അടുത്ത ആളുടെ അടുത്ത് പോകും, മറ്റേ ചില വേറെ ആളുടെ അടുത്ത് ചിലർ പോവില്ലേ. ഈ സ്വഭാവം അച്ഛനമ്മമാര് പഠിപ്പിച്ചതാണോ എന്നാണ് എൻ്റെ ചോദ്യം. പറയൂ. അല്ല, സത്യമാണത്. ഇതേപോലെ നിങ്ങൾ കുട്ടികൾക്ക് നോക്കിക്കോളൂ. നിങ്ങൾ അതിന് എല്ലാ കളിപ്പാട്ടവും കൊടുത്തു കഴിഞ്ഞാൽ, ഏത് തരം കളിപ്പാട്ടവും, ചില നിറങ്ങളോട് അതിനൊരു ആകർഷണം ഉണ്ടാവും, മറ്റേ ആൾക്ക് വേറെ ചില നിറങ്ങളോടായിരിക്കും. ഈ നിറങ്ങളൊക്കെ അച്ഛനമ്മമാര് പഠിപ്പിക്കുന്നതാണോ? ആണോ? ഭക്ഷണത്തോടുള്ള താല്പര്യം അത് അച്ഛനമ്മമാര് പഠിപ്പിക്കുന്നതാണോ? പറയൂ. ആണോ അല്ലയോ?
അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് കാണാം, ചില നിറങ്ങളോടുള്ള താല്പര്യം, അതുപോലെ തന്നെ ആഹാരത്തോടുള്ള താല്പര്യം, ആളുകളോടുള്ള ഇടപെടൽ, പിന്നെ ചില കുട്ടികൾക്ക് ടാലൻറ്റ്, പാട്ട് പാടാനും മറ്റൊക്കെയുള്ള സംഗീത, അച്ഛനമ്മമാർക്ക് അത് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ ചിലതൊക്കെ ആ കുട്ടിയിലൂടെ പ്രകടമാവുന്നു എങ്കിൽ, ചില കുട്ടികളൊക്കെ വളരെ മെച്വേർഡായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ചിലവരെത്ര പ്രായമായാലും ആ മെച്യൂരിറ്റി കാണിക്കാത്തവരുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മൾ തന്നെ പറയാറില്ലേ, പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്യൂരിറ്റി ചില കുട്ടികൾ കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ പ്രകടമാകുമ്പോൾ നോക്കൂ, ഇന്നത്തെ സയൻസ് പറയുന്നത് 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറയുകയാണ്, എന്ത് പ്രകടമാവുന്നുണ്ടോ, എന്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, അത് നേരത്തെ ഉള്ളതായിരിക്കണം. ഇന്നത്തെ സയൻസ്, ഇന്നത്തെ മോഡേൺ സയൻസ് പറയുന്നത് ഒരു നിലനിൽക്കുന്ന ഒരു എനർജിയിൽ നിന്ന് ഇവിടെ കാണുന്ന രൂപങ്ങളൊക്കെ പ്രകടമാവുകയുള്ളൂ. അതായത് ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നും പ്രകടമാവുകയില്ല. അതുകൊണ്ടാണ് E=mc² എന്ന് പറയുന്നത്. E എന്നത് എനർജി മുമ്പുള്ളത് എന്നർത്ഥം. അതിൽ നിന്നുണ്ടായതാണ് സൂര്യനും ചന്ദ്രനും, അല്ലാതെ ദൈവം സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് സയൻസ് ദൈവത്തെ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇത് തന്നെയാണ് കൃഷ്ണനും 5000 വർഷം ഈ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. ഇന്നത്തെ സയന്റിസ്റ്റുകൾ പോലും ആദരിക്കുന്നത് ഗീതയെ അതുകൊണ്ടാണ്. ഈ ഭഗവത്ഗീതയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സയന്റിസ്റ്റുകൾ പലരും അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ അതിനെ ആദരിക്കാൻ തുടങ്ങിയത്. നോക്കൂ നിങ്ങൾ, 16-ാം അധ്യായം ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. മോഡേൺ സയൻസ് റെസ്പെക്ട് ചെയ്തു പോയ ഗീതയെ റെസ്പെക്ട് ചെയ്തത് ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ കാണുമ്പോഴാണ്. ഭഗവത്ഗീതയിലും ഇന്നത്തെ മോഡേൺ സയൻസ് എന്തു പറയുന്നു? ഇതൊക്കെയാണ് നിങ്ങൾ കുട്ടികളെ ഗീത പഠിപ്പിക്കണം എന്ന് പറയണം. കാരണം അവർക്കുണ്ടല്ലോ, അവർ പഠിക്കുന്ന ഗ്രന്ഥങ്ങളുടെയൊക്കെ പല കാര്യങ്ങളും 5000 വർഷം മുമ്പ് ഭാരതത്തിലെ മഹാന്മാര് പറഞ്ഞിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഗീതയൊക്കെ എടുത്ത് പഠിക്കണം. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അറിയാം അതൊക്കെ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടാകും, പക്ഷേ കുന്തം വിഴുങ്ങിയ കുന്തം എന്നല്ലാതെ എന്താ പറയുക, വേറൊരു കുന്തം. നമ്മൾ അങ്ങനെ ഒരു സ്വന്തം സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിലേക്ക് വന്നില്ല, വിഗ്രഹങ്ങളിലേക്ക് പോയി. നമുക്ക് പറ്റിയൊരു വീഴ്ചയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, കൃഷ്ണൻ പറയുന്നത് ദൈവാനുഗ്രഹമല്ല വലുത്, ഗുരുവിൻ്റെ അനുഗ്രഹമാണെന്നാണ്. ഒരു കൃഷ്ണൻ ജീവിച്ചിരുന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാലും ഭഗവാൻ പറയും ദൈവാനുഗ്രഹമല്ല വേണ്ടത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. അത് കൃഷ്ണന്റെ വാക്കുകളുണ്ട്, മറക്കരുത്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നാണ് കൃഷ്ണന്റെ വാക്കുകളാണ്. കാണാം നമുക്ക് ഭാഗവത്തിൽ ദശമസ്കന്ധം വരുമ്പോൾ കൂടുതലായിട്ടും. ഏതായാലും ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം മറക്കരുത്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതം ഉഭയോരപി ദൃഷ്ടോന്തം ത്വനയോ തത്വദർശിബി. ഈ ശ്ലോകം കൊണ്ടല്ലോ അമൂല്യങ്ങളായ നിധികളാണ്, അമൂല്യ നിധികളാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ രാജാരാമണ്ണ, നമ്മുടെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം, ഈ ശ്ലോകങ്ങളൊക്കെ എടുത്ത് പറയുന്നത് കൃഷ്ണൻ ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ്. വലിയ അറ്റോമിക് എനർജിയുടെ ഡയറക്ടറായിരുന്നു ഡോക്ടർ രാജാരാമൻ. അദ്ദേഹമൊക്കെ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പുറം ലോകം അതിനെ അറിയുന്നത്. ഇങ്ങനെ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ജീവിതത്തിൻ്റെ സത്യം എത്ര സൂക്ഷ്മതയിൽ മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ. ആ വാക്കുകൾക്ക് അർത്ഥം ഇതാണ്: ന അസത്തോ വിദ്യതേ ഭാവ. ന അസത്തോ, അസത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇല്ലാത്തത്, ആബ്സെൻസ്. അസത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചീത്ത വിളിക്കുന്ന വാക്കല്ല. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്. അപ്പൊ ന അസത്ത്, അസത്ത് ന അസത്ത്. ന അസതോ വിദ്യതേ ഭാവ, വിദ്യതേ ഭാവ ന അസത്ത്, അങ്ങനെയാണ് ആ വാക്ക്. നേരത്തെ ഇല്ലാത്തത് പിന്നീടും
ഉണ്ടാവുകയില്ല. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ന സത്ത്, അത് ഉണ്ടാവുകയില്ല, സത്താവുകയില്ല. അപ്പൊ നേരത്തെ ഇല്ലാത്തതൊരിക്കലും പറയൂ ഉണ്ടാവുകയില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുന്നു എങ്കിൽ, പ്രകടമാവുന്നു എങ്കിൽ പറയൂ നേരത്തെ അത് ഉള്ളതായിരിക്കണം. ഭൂമിയിലുള്ള സ്വർണം കുഴിച്ചെടുത്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ കഴുത്തിൽ ആഭരണമായി കിടക്കുന്നത്, കൈകളിൽ ആഭരണമായി കിടക്കുന്നത്. ആണോ അല്ലയോ? അതാരും ഉണ്ടാക്കിയതല്ല. ഇനി ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ സിന്തറ്റിക്, അപ്പോഴും അതിൻ്റെ റോ മെറ്റീരിയൽസ് വേറെ ഉണ്ടാവണം. എന്ത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ റോ നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ചെടികളിൽ പൾപ്പ് രൂപത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? അപ്പോൾ എന്ത് പ്രകടമാവുന്നോ അത് നേരത്തെ ഉണ്ടായിരിക്കും. അപ്പൊ കൃഷ്ണൻ പറയണു ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയുമില്ല. ഇനി അടുത്ത വരി പറയണത് ന അഭാവോ വിദ്യതേ സത. അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക. അഭാവോ വിദ്യതേ സത. സത എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഉള്ളതൊരിക്കലും ഇല്ലാതാവുകയും ഇല്ല. ഇത് വളരെ വളരെ ശ്രദ്ധിക്കൂട്ടോ. ഈ പറയുന്നതൊക്കെ നിങ്ങൾ എത്ര ഉള്ളിൽ അടിച്ചിട്ടാണ് കേൾക്കുന്നത് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ ചെവിയുടെ പുറകെ കൂടിയാണോ കേൾക്കുന്നത്, ചെവിയിൽ ഉള്ളിലൂടെയാണോ കേൾക്കുന്നത്? അതിൻ്റെയൊക്കെ ആഴം അത്ര ഗംഭീരമാണ്. ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ആരും പുതിയതായി ഉണ്ടായിട്ടുള്ളതല്ല, നമ്മളെ ആരും സൃഷ്ടിച്ചവരല്ല എന്നർത്ഥം. നമുക്കൊരു സൃഷ്ടാവില്ല. അത് വിഡ്ഢിത്തമാണ്. അത് ഈ തെറ്റായി പ്രചരിപ്പിച്ചു മറ്റുള്ള മതങ്ങൾ. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ദൈവത്തെ വിട്ടത്. നമ്മൾ ഹിന്ദു ജന്തുക്കൾക്ക് ബോധമില്ലാത്തത് കൊണ്ട് അവരവരുടെ പ്രചാരം നടത്തി. നമ്മൾ കല്ലും പിടിച്ചിരുന്നു ദൈവം രക്ഷിക്കുന്നും പറഞ്ഞ്. കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ഒരു ദൈവവും നിങ്ങളെ കല്ലിന്റെ രൂപത്തിൽ വന്ന് രക്ഷിക്കുന്ന? വിഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത് എന്താ പറയാ, ആ ദൈവം നമ്മളെ രക്ഷിക്കുന്ന പറയാനല്ല, ഉപാസന ചെയ്ത്. കൃഷ്ണൻ അതാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ, നോക്കൂ, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം രക്ഷിക്കുന്ന പറയാനല്ല. അനന്യേനൈവയോഗേന മാം ധ്യായന്ത ഉപാസതേ എന്നാണ് കൃഷ്ണന്റെ വാക്കുകൾ. നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയി ധ്യായന്ത ഉപാസതേ, എന്ത് ചെയ്യണം? ധ്യാനവും ഉപാസനയും ചെയ്യൂ. അപ്പൊ ആ അമ്പലം എന്ന് പറയുന്നത് ധ്യാനവും ഉപാസനയും ചെയ്യാൻ പറ്റുന്നൊരു ഒരു സ്ഥലം, അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കണം. അത്രയും അതിൻ്റെ ജോലിയുള്ളൂ എന്നറിയണം. നിങ്ങളെ മാനസികമായി ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാര് ഒരു വിവരമില്ലാത്തവരായതുകൊണ്ട് അവർ കുട്ടികളെ കൊണ്ട് തൊഴാനും പ്രാർത്ഥിക്കാനും, മനസ്സിലായില്ലേ, വിഡിത്തം വഴിപാടുകൾ കഴിക്കാനും അങ്ങനെയൊക്കെ ആക്കി തീർത്തു. എന്ത് ചെയ്യാനാ? വഴിതെറ്റിച്ച് കളഞ്ഞു. നല്ലൊരു ശതമാനം കുട്ടികളെ വഴിതെറ്റിച്ച് അച്ഛനമ്മമാരാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വലുതാവും തോറും വലിയ റെസ്പെക്റ്റും ഇല്ലാത്തത്. അവര് സൃഷ്ടിച്ചു, അത്രയുള്ളവർ ജനിച്ചു, അവരെ സൃഷ്ടാവെന്ന് വിളിക്കുക എന്നുള്ളത് അച്ഛനമ്മമാരെ. നോക്കൂ, നിങ്ങളെ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഈ റെസ്പെക്റ്റ് ഇരിക്കുന്നത്, സ്നേഹം ഇരിക്കുന്നത്, നിങ്ങൾ നോക്കൂ, സ്നേഹം എന്നുള്ള വാക്കിനുണ്ടല്ലോ പ്രയോജനം എന്നാണ് അർത്ഥം. നിങ്ങളെക്കൊണ്ട് പ്രയോജനമുണ്ടോ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കും. നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ, ഇല്ലെങ്കിൽ അതോടുകൂടി സ്നേഹവും കഴിയും. എൻ്റെ പ്രായമാകും തോറും സ്നേഹം കുറയുന്നത് എന്താണ്? സ്നേഹം കുറയുന്നത് എന്താണ്? ഇനി വലിയ പ്രയോജനമൊന്നും ഇല്ല. അപ്പൊ പിന്നെ സ്നേഹവും കുറയും. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മളെ പ്രയോജനപ്പെടുത്തുക? അവിടെയാണ് നമുക്ക് ആത്മീയത ഒരു വലിയ വഴികാട്ടിയാവുന്നത്. സ്വയം ഉയരുകയും മറ്റൊരാളെ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്ന ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഭീഷ്മരെ പോലെ ശരശയ്യയിൽ കിടക്കുമ്പോഴും നിങ്ങളെ ആവശ്യമായിരിക്കും, നിങ്ങളെ പ്രയോജനമായിരിക്കും. നിങ്ങളെ പ്രയോജനമുണ്ടോ? നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു ധർമ്മപുത്രൻ അവിടെ, ഒരു കൃഷ്ണൻ അവിടെ വന്നേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളെ
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണോ വേണ്ടയോ? പ്രയോജനമുണ്ടോ? റെസ്പെക്റ്റ് ഉണ്ട്. പ്രയോജനമില്ലേ? ഡസ്റ്റ്ബിനുണ്ട്. മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ രാവിലെ തന്നെ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു വരുന്നുണ്ട്, പഴയ പത്രം, പഴയ ചെരുപ്പ് കൊടുക്കാനുണ്ടോ? അപ്പോൾ കുട്ടി പറയാണ്, പഴയ സാധനങ്ങളൊന്നുമില്ല, പക്ഷെ പഴയ 2 സാധനങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ടെന്ന്, അത് വേണമെങ്കിൽ എടുത്തു തരാമെന്ന്. കുറേ കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അങ്ങനെയായിരിക്കരുത്. അതാണ് പലരും പ്രായമാകും തോറും സ്നേഹമില്ല, ആരും സ്നേഹിക്കുന്നില്ല. ഇനി അവരെ കൊണ്ട് യാതൊരു ആവണ കാലത്ത് ഗീതയും ഭാഗവതമൊക്കെ പഠിച്ചിരുന്നുവെങ്കിൽ വയസ്സാം കാലത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. കുറച്ച് പഠിക്കണം എന്നില്ലേ നിങ്ങൾക്ക്? വേണോ വേണ്ടയോ? ഒരു ഭീഷ്മരെ പോലെ ആവണമെന്നില്ലേ? അങ്ങനെയൊക്കെ ആവൂ നിങ്ങൾ. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ആളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അടുത്തേക്ക് വരും ആളുകൾ. ഞാൻ ഈ പറയുന്നതൊക്കെ വെറുതെ പറയല്ല. ഞാൻ ഒരിക്കലും, എനിക്ക് തോന്നുന്നു ഡാലസ് അമേരിക്കയിൽ പോയ സമയത്ത് എന്നെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ പിള്ളേരൊക്കെ IT പിള്ളേരാണ്. അപ്പോൾ ഇവരുടെ അച്ഛൻ വന്നിട്ടുണ്ട്, ഒരാളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് പോയിട്ട്. അപ്പം അദ്ദേഹം ഒരു റിട്ടയർഡ് ഹെഡ് മാഷ് എന്തോ ആണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, ഇദ്ദേഹം സാധാരണ ചോദിക്കുന്ന പോലെ എന്നാ അങ്ങ് തിരിച്ച് നാട്ടിൽ പോകുന്നത്? അപ്പം ഈ മകൻ പറയാണ്, അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ കൂടെ താമസിക്കാനല്ല, അച്ഛനെ ഞങ്ങൾ കൊണ്ടുവന്നാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഗീതാ ക്ലാസ് എടുക്കുന്നുണ്ട്. വൈകുന്നേരം എന്നും 10-20 പിള്ളേർ വരുന്നുണ്ട് ഗീത പഠിക്കാൻ. അച്ഛൻ ഗീത പഠിപ്പിക്കുകയാണ് അവരെ. അച്ഛൻ ഞങ്ങൾക്കൊരു ഗുരുവാണ് എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്തു. കാരണം ഇന്നിപ്പോൾ അത് പറയുമ്പോഴുണ്ടല്ലോ, എന്നാ നാട്ടിൽ പോകണമെന്ന്, എത്രയും വേഗം നാട്ടിൽ പോയാൽ മതി എന്നാണ് എല്ലാവരും ചിന്തിക്കുക. കാരണം അവിടുത്തെ അമേരിക്കൻ ജീവിതം അതാണ്. ആ ഒരു പ്രയോജനം, പ്രായമായിട്ടും നമ്മളെക്കൊണ്ട് ഒരു അച്ഛനായിട്ടല്ല അവർ കാണുന്നത്, ഒരു ഗുരുവായി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് സമൂഹത്തിന്. അത് നിങ്ങൾ പഠിക്കണം. കാര്യം നിങ്ങൾ പിടികിട്ടണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളും തളരുകയില്ല. മറ്റൊരാളെയും ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കുമ്പം നിങ്ങളെ ആവശ്യം വരും. ഒരു വൈദ്യനായിത്തീരും നിങ്ങൾ. നമ്മളൊരു വൈദ്യൻ്റെ അടുത്ത് പോകുന്നത് അസുഖം വരുമ്പോഴാണ്. നിങ്ങളൊരു മനസ്സിനെ ഉയർത്തുന്ന വൈദ്യനായിത്തീരും. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഈ ഒരു ചിന്തനം, അതായത് നേരത്തെ ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതൊക്കെ നേരത്തെ ഉള്ളതാണ്. ഇനി ഉള്ളതൊന്നും ഇല്ലാതാവുകയില്ല പറഞ്ഞാൽ ഇവിടെ സൃഷ്ടിയില്ലെങ്കിൽ സംഹാരവും ഇല്ല. ഈ വാക്കുകളൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? ഇവിടെ കൂടിച്ചേരലും വേർപിരിയലും. കൂടിച്ചേരുക, വേർപിരിഞ്ഞ ഉടനെ അത് വേറെ ഒന്നുമായി കൂടിച്ചേരുന്നു. ഇത് ശാശ്വതമായി ഇവിടെ നടക്കുന്നു. ഇതിൻ്റെ പിന്നിൽ സൃഷ്ടാവല്ല ഉള്ളത്, ഇതിൻ്റെ പിന്നിൽ ഒരാളുമില്ല. ഇത് കൂടിച്ചേരുന്നു, വേർപിരിയുന്നു. അപ്പൊ പിന്നെ ഇതൊക്കെ ആര് ചെയ്യുന്നു? ആരാ ഇതൊക്കെ സൃഷ്ടിച്ചത്? ആരുമല്ല. ഈ സൃഷ്ടികളൊക്കെ മനസ്സിൻ്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ, സൃഷ്ടിയുടെ സ്ഥാനത്തിൽ വെച്ചിരിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. നോക്കൂ നിങ്ങൾ, ഋഷീശ്വരന്മാരുടെ ഭാവന അങ്ങനെയല്ലേ? ബ്രഹ്മ വിഷ്ണു എന്നാണ്. ബ്രഹ്മാവിനെയാണ് വെച്ചിരിക്കുന്നത്. ബ്രഹ്മ എന്നത് മനസ്സിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് 4 തല വെച്ചത്. അങ്ങനെ 4 തലയുള്ള ഒരാൾ ഉണ്ടാവുമോ ലോകത്തിൽ? 4 തലയുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പല്ല് തേക്കാനും പറ്റില്ല. 4 തലയുള്ള ഒരാളുണ്ടെങ്കിൽ കടന്നുറങ്ങാൻ പറ്റില്ല. പില്ലോ എവിടെ വയ്ക്കും? 4 തലയുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തിനാ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വികൃത രൂപത്തെയൊക്കെ ബ്രഹ്മാവാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ 4 തല വെച്ചിരിക്കാൻ കാരണം, തല എന്നത് മനസ്സിൻ്റെ പ്രതീകവും 4 എന്നത് മനസ്സിൻ്റെ 4 ഫങ്ഷനുമാണ്. ആ മനസ്സിൻ്റെ 4 ഫങ്ഷനാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം.
ഈ 4 കാണിക്കാനാണ് ബ്രഹ്മാവിന് പറയൂ 4 തലകൾ വെച്ചിരിക്കുന്നത്. അപ്പൊ സൃഷ്ടാവ് എന്ന സ്ഥാനത്ത് നാം കാണേണ്ടത് ആരെയാണ്? മനസ്സിനെയാണ്. അപ്പൊ മനസ്സ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വിഷയാന്ധ്യായത ചിത്തം, കൃഷ്ണൻ പറയുന്നത് അതാണ്. വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളിലെങ്കിൽ ആ വിഷയങ്ങളെ തന്നെ ഭുജിക്കാനായി നിങ്ങൾ വീണ്ടും വീണ്ടും അതിനോട് കൂടിച്ചേരണം. ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ സീരിയൽ കണ്ട് നിങ്ങളെ വിട്ടേക്കാം, ഞാൻ എന്നെ കുറ്റം പറയാം. കുങ്കുമപ്പൂ കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ വീണ്ടും വീണ്ടും ആ ടി വിയോട് എൻ്റെ മനസ്സ് കൂടിച്ചേരേണ്ടതുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ആ ഒരു സംസ്കാരം എൻ്റെ ഉള്ളിൽ ഒരു ദൈവമാണോ കൊണ്ടുവന്നത്, അതോ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണോ? അപ്പൊ സൃഷ്ടാവ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കിനി എങ്ങനെയുള്ളൊരു ജന്മം വേണം? അതോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാനസികമായി ഉയരണോ, ഇതിലും താഴണോ എന്നതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൃഷ്ണൻ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ. നിങ്ങളാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട മുകളിൽ നിന്ന് ഒരാൾ നിശ്ചയിക്കുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനി. അങ്ങനെയൊന്നും ഒരാൾ അവിടെ ഇരിക്കാനില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഉറപ്പിച്ചോളൂ, പുറത്തൊരു ദൈവം ഇല്ല, പുറത്തൊരു ദൈവമില്ല. ദൈവം എന്നത് പരമാത്മാവായി മനസ്സിൻ്റെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പുറത്തുള്ള രൂപങ്ങളെയൊക്കെ നിങ്ങൾ ആരായി കാണണം? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, എല്ലാം ഗുരുക്കന്മാരായി കാണും. മനസ്സിലായില്ലേ? ഊർധം ഗച്ഛന്തി സത്വസ്ഥ 17-ാമത്തെ ശ്ലോകം, 16-ാമത്തെ ശ്ലോകം, 17, 18. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ ജഗന്യ ഗുണവൃത്തിശ്ച അധോ ഗച്ഛന്തി താമസ. സത്വഗുണമാണ് നിങ്ങളിലുള്ളതെങ്കിൽ, സത്വഗുണം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനോടുള്ള ആകർഷണം എന്ന് പറഞ്ഞാൽ ധ്യാന സംസ്കാരം നിങ്ങളിലുണ്ടെങ്കിൽ ഊർധ്വം ഗച്ഛന്തി. ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുക എന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? ചത്തുപോവുക എന്നല്ല അർത്ഥം. ഈ മുകളിലേക്ക് പോവുക എന്നുള്ള വാക്കുണ്ടല്ലോ, എല്ലാ മതക്കാരെയും വളരെ സ്വാധീനിച്ചതാണ്. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ബാംഗ്ലൂരിലൊരു വീട്ടിൽ ചെന്ന് അവരെന്നെ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പോൾ അവർ വീട്ടിൻ്റെ മുകളിൽ ഷാമിയാനയൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. തൊട്ടടുത്തുള്ള ഗുജറാത്തി വീട്ടിലെ ഒരു അമ്മയെയും വിളിച്ചിട്ടുണ്ട്, മുത്തശ്ശിയമ്മ. എല്ലാവരും ഊണ് കഴിക്കാൻ മുകളിലേക്ക് പോകുമ്പോൾ ഈ മുത്തശ്ശിയമ്മൻ്റെ താഴെ ഇരിക്കണം. എനിക്ക് തോന്നി അവരോട് 2 വാക്ക് ചോദിക്കാം. ഞാൻ എൻ്റെ ഹിന്ദിയിൽ ചോദിച്ചു അവരോട്, ആപ് കഭി ഊപ്പർ ജായേഗ എന്ന്. ഇത് കേട്ടതും അവരെൻ്റെ കണ്ണിലേക്ക് ദയനീയമായൊരു നോട്ടം. ഈ ചില ഭാഷകളുണ്ടല്ലോ നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ, ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ സപ്താഹത്തിന് പോയതാണ്. എനിക്ക് തോന്നുന്നു 2000-ലൊക്കെ ആയിരിക്കണം, 2001-ലൊക്കെ ആയിരിക്കണം. അപ്പോൾ ഈ ചെന്നൈയിൽ അവരെന്നെ കൊണ്ടുവരാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എയർപോർട്ടിലേക്ക് അവർ കാർ അയച്ചു. അപ്പം ഞാൻ അവിടുന്ന് കാറിൽ കയറി ഇങ്ങനെ വരുമ്പോൾ, അന്ന് ഞാൻ 10 കൊല്ലം മുമ്പുള്ള, 10-12 വർഷം മുമ്പുള്ള കാര്യം. അപ്പോൾ താടിക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എന്നെ കൊണ്ടുപോകുന്ന ഡ്രൈവർ, അയാൾ എന്നെ നോക്കിയിട്ട് കുറേ പുകഴ്ത്തി പറയാൻ തുടങ്ങി. ചിന്ന വയസ്സിലെ ഇത്ര പെരിയ സ്വാമിയായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ തമിഴ് വരുന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശക്കേടല്ലേ. ഞാൻ ഇയാളുടെ തോളി തട്ടിയിട്ട് ഞാനും പറഞ്ഞു, ഉങ്ങളുടെ സംസാരം എനിക്ക് നന്നായി പിടിച്ചെടുക്കുമെന്ന്. ഇത് പറഞ്ഞതും അവിടെ കാറ് സൈഡാക്കി. ഞാൻ ഇത്ര അപകടമാണ് ഈ വാക്കെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് അയാൾ എന്നോട് പറയാണ്, സ്വാമി അന്തമാരി ചൊല്ലാതെ എൻ്റെ സംസാരം ഉങ്ങൾക്ക് പിടിച്ചാൽ തപ്പ്, പെരിയ തപ്പ് എന്ന്. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്താ അയാൾ പറയണത് എന്ന്. പിന്നെ മനസ്സിലായി ഇത് സംസാരം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയാണെന്ന്. അതെനിക്ക് പിടിച്ച അപകടം തന്നെയാണ്. അപ്പോ ഈ ഭാഷ വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, ആ കവി ഊപ്പർ ജായകാൻ. അവർ നേരെ മറ്റേ അർത്ഥെടുത്തു.
എപ്പോഴാ അടിച്ചു പോണത് എന്ന്. ഉടനെ അവരെന്നോട് പറഞ്ഞു, കബി ഭഗവാൻ ബുലായക ഉസ് സമയ ജായക. ഞാനും വിട്ടുകൊടുത്തില്ലേ, ധീരെ ധീരെ ജാവൂ എന്ന് പറഞ്ഞു. ഞാനും മനസ്സിലായി. അപ്പൊ അങ്ങനെ മുകളിലൊരാള് മുകളിലേക്ക് പോവാന്നല്ല അർത്ഥം. ഊർധ്വം എന്നുള്ള വാക്കിനർത്ഥം, ഊർധ്വം എന്നതിന് ഉന്നതമായ മനസ്സോടുകൂടി. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആരോടടുക്കും? പരമാത്മാവിനോട്. നിങ്ങൾക്കൊരു പ്രഹ്ലാദനെ പോലെ വരാൻ പറ്റും. അതായത് ഗർഭപാത്രത്തിൽ ഇരുന്ന് തന്നെ പരമാത്മബോധത്തോടുകൂടി വരാൻ പറ്റും. ഇനിയൊരു ജന്മം ജനിക്കുകയാണെങ്കിൽ ശ്രീശുകനെ പോലെ വരാൻ പറ്റും. അദ്ദേഹം ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പരമാത്മബോധത്തിലെത്തിയ ആളാണ്. ഒരു ഭരതനെ പോലെ വരാൻ പറ്റും. ജഡഭരതന്റെ കഥ പറയും, ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഉയർന്നു. കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ദിവസവും ധ്യാനം ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്കൊരിക്കലും നഹി കല്യാണ കൃത് ദുർഗതിം താതഗച്ഛതി. എന്തുണ്ടാവില്ല? മനസ്സിലാവില്ലേ? ദുർഗതിം നഗച്ഛതി. എന്തുണ്ടാവില്ല? ദുർഗതി. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. നല്ല സംസ്കാര സമ്പന്നന്മാരായ അച്ഛനമ്മമാരുടെ ഗൃഹത്തിൽ നിങ്ങൾ വന്ന് ജനിച്ചിരിക്കും. അഥവാ യോഗിനാമേവ കുലേ ഭവതി. കുട്ടിക്കാലത്ത് തന്നെ ഉന്നതമായ ഒരു സംസ്കാരം കിട്ടുന്ന ഒരു കുടുംബത്തിൽ നിങ്ങൾ വന്ന് ജനിച്ചിരിക്കും. ഇതിലൊന്നും സംശയമില്ല. അല്പം പോലും നിങ്ങൾ സംശയിക്കണ്ട. അപ്പൊ ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ അധോ ഗച്ഛന്തി താമസ. നിങ്ങളുടെ സംസ്കാരം താമസമാണെങ്കിൽ, താമസം എന്ന് പറഞ്ഞാൽ താമസിച്ചെണീക്കുക. താമസം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, താമസം എന്ന് പറഞ്ഞാൽ ദുരഭിമാനത്തിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ, അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ദുഷ്ചിന്തകളിൽ നിങ്ങൾ ജീവിച്ചാൽ ആസുരീയോനിയും ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്കായിരിക്കും, ശരീരങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകും. അതുകൊണ്ടാണ് ചില കുട്ടികളെ 3-ാമത്തെ വയസ്സിൽ റേപ്പ് ചെയ്യണോ, 4-ാമത്തെ വയസ്സിൽ അതിനെ നശിപ്പിക്കണോ, പ്രസവിച്ച ഉടനെ തന്നെ. നോക്കൂ നിങ്ങൾ ഓരോ കുട്ടികളുടെയും ഗതി. ഞാനൊരിക്കൽ പേപ്പറിൽ വായിച്ച റിപ്പോർട്ടാണ്. ഒരു സ്ത്രീ ഇന്ത്യൻ നമ്മുടെ ട്രെയിനിൽ ടോയ്ലറ്റിൽ പ്രസവിച്ചു. ആ കുട്ടിയെ ആ ടോയ്ലറ്റിൽ ഇട്ടിട്ട് പോകുന്നു. ആരോ ചെന്നപ്പണ്ട് തല അതിലിങ്ങനെ കുരുങ്ങി കുരുങ്ങി കിടന്നതിങ്ങനെ. എന്തിനങ്ങനെ ഒരു ക്രൂരത അത് അനുഭവിക്കണം? എന്തിനാ കുട്ടിയെ വലിച്ചെറിയാൻ തോന്നണം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ എന്തിനാ ഇത്ര ക്രൂരതകൾ ചിലത് അനുഭവിക്കണം? ഇവിടെ ഉണ്ടാക്കുന്ന സംസ്കാരങ്ങൾക്കനുസരിച്ച് ദ ഡെസ്റ്റിനി ഈസ് ഓൾവേസ് ഡിസൈഡഡ് ബൈ ഈച്ച് മൈൻഡ്. നിങ്ങളുടെ മനസ്സ്. ദൈവം അവരെ ശിക്ഷിക്കണമെന്നൊന്നും പറയരുത്. ഒരു ദൈവത്തിനും അതിൽ യാതൊരു പങ്കുമില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിനെ നാം ഉയർത്തണം. ഇപ്പം ഇവിടെ ഈ ഒരു ബേസിക് പോയിന്റ് നിങ്ങൾ മറക്കരുത്. എന്താണ് പുനർജന്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളത് പ്രകടമാവുന്നു, കൂടിച്ചേർന്ന് പ്രകടമാവുന്നു. ആ പ്രകടമായത് ഇവിടെ വെച്ച് നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് സംസ്കാരം, സത്വഗുണ സംസ്കാരം പ്രകടമാക്കാം, രജോ ഗുണ സംസ്കാരം പ്രകടമാക്കാം, തമോ ഗുണ സംസ്കാരം. ഈ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മളിവിടെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉന്നതമായ സംസ്കാരത്തിലേക്കല്ലേ നമ്മൾ പോവുക? വേണോ വേണ്ടയോ? ധ്യാനം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ നിങ്ങൾ പരിശീലിക്കൂ. ഈ ശ്ലോകം ഏതായാലും നമുക്കൊന്ന് നോക്കാം. 16-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ കൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്. ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ അവിടെ അർജുനൻ ചോദിക്കും, അയതി ശ്രദ്ധയോപേത യോഗാചലിത മാനസാം അപ്രാപ്യ യോഗ സംസിദ്ധ്യം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. കൃഷ്ണ, ഒരാൾ ദൈനംദിനം ധ്യാനം ചെയ്യുന്നു, യോഗ സംസിദ്ധി പരിശീലനം ചെയ്യുന്നുണ്ട്, രാവിലെ ധ്യാനിക്കുന്നുണ്ട്, മാനസികമായി ഉയരാൻ ശ്രമിക്കുന്നുണ്ട്, സത്സംഗങ്ങളിൽ പോകുന്നുണ്ട്, കാര്യം പഠിക്കുന്നുണ്ട്,
പക്ഷേ കൃഷ്ണ, ഒരു ചോദ്യം, ഇടയ്ക്ക് വെച്ച് അവർക്ക് വല്ലതും സംഭവിച്ചാൽ, ഈ ശരീരം വേർപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ആക്സിഡന്റിൽ മരിച്ചു എന്ന് വിചാരിച്ചോളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നവർ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. കാ ഗതി കൃഷ്ണ ഗച്ഛതി? ചോദ്യം മനസ്സിലായോ? എന്താണ് കാ ഗതി കൃഷ്ണ ഗച്ഛതി? പറയൂ, കാ എന്ത് ഗതിയായിരിക്കും അവർക്കുണ്ടാവുക? ചോദ്യം ഞാൻ എന്തിനാ നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബോധമുണ്ടാവണം. നാം ദൈനംദിനം ധ്യാനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ വിഡ്ഢിത്തങ്ങളൊന്നും നിങ്ങൾ പറയരുത്. വൈകുണ്ഠ ഏകാദശിയിടന്ന് മരിച്ചപ്പോൾ വൈകുണ്ഠത്തിലേക്ക് എത്തിയെന്ന്, പിന്നെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ പെട്ടിയിൽ. ഫൂളിഷ്നെസ് പറയരുത് നിങ്ങൾ, LKG കുട്ടികളെ പോലെ. ഏകാദശിയിടന്ന് മരിച്ചതുകൊണ്ട് കൃഷ്ണന്റെ പാദത്തിലുണ്ട്. ഇതൊക്കെ LKG കുട്ടികളോട് പറയാൻ പറ്റും, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ആളുകൾ 8ാമത്തെ നാളിൽ മരിച്ചു, അമ്മാവന് നന്നല്ല അത്രയും, അല്ലെങ്കിൽ 9ാമത്തെ നാളിൽ മരിച്ചു. എങ്ങനെയൊക്കെയാ ഈ വിഡിത്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ? ഈശ്വര, ചത്താലും കൊടുക്കില്ലേ ഗതി? പണ്ടാരോ പറഞ്ഞാൽ ചത്താലും കിടക്കട്ടെ 10 ദിവസം എന്ന്. അതുപോലെയാണ് 8ാമത്തെ ദിവസം മരിച്ചതുകൊണ്ട് കുലത്തിന് എന്തോ കേടുണ്ട്. എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് പറഞ്ഞ, ഭർത്താവ് 8ാമത്തെ ദിവസമാണ് സ്വാമി മരിച്ചത്. എന്താ ഒരു ജ്യോത്സ്യൻ പറയണു മക്കൾക്ക് അതുകൊണ്ട് കേടുണ്ട് എന്ന്. നോക്കണേ, ഭർത്താവ് ഉള്ളതുകൊണ്ടാണ് മക്കളുണ്ടായത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വേറെ എവിടെ നിന്നാണോ മക്കളുണ്ടായത് എന്നുള്ളത്. ഇപ്പൊ അയാൾ കാരണം മക്കൾക്ക് കുരുത്തക്കേടാണത്രേ. ഇങ്ങനത്തെ ജ്യോതിഷം എവിടുന്നാ വന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു നക്ഷത്രത്തിനും നിങ്ങളെ തളർത്താൻ സാധ്യത, നിങ്ങൾ അനുവദിച്ചാൽ, നിങ്ങൾ ദുർബലരാണെങ്കിൽ. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നക്ഷത്രത്തിന് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നൊരു ജ്യോത്സ്യൻ തെളിയിക്കുകയാണെങ്കിൽ, അവർക്ക് അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ, പിന്നെ ഭഗവത്ഗീത അന്ന് ഞാൻ നിർത്തിവെക്കും. ഒരു നക്ഷത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല, ഒരു നക്ഷത്രത്തിന്. കാരണം കൃഷ്ണന്റെ വാക്കുകളൊക്കെ തെറ്റാവും. പിന്നെ കൃഷ്ണൻ പറയുന്നു, നായം ജനോമേ സുഖദുഃഖേതു ന ദേവതാത്മാ ഗൃഹ കർമ്മ കാല. ഇതിനൊന്നും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പിന്നെ ഏത് ഗതി? അതിനുത്തരം കൃഷ്ണൻ പറയുന്നത് നോക്കൂ. അടുത്ത ശ്ലോകത്തിൽ ശ്രീ ഭഗവാനുവാച പാർത്ഥനേവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ നഹി കല്യാണകത് കശ്ചിൽ ദുർഗതിം താദഗച്ഛതി. ഹേ പാർത്ഥ, അർജുന, കല്യാണകൃത്, ഭഗവാൻ അതാണ് വാക്കുപയോഗിച്ചത്. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ തനിക്ക് ഉന്നതി ഉണ്ടാവണം, നന്മയുണ്ടാവണം, മംഗളമുണ്ടാവണം എന്ന് കരുതി ദിവസവും കുറച്ചു നേരം ധ്യാനജപാദികൾ ചെയ്യുന്ന ആളുകൾക്ക് ദുർഗതിം നഗച്ഛതി. എന്തുണ്ടാവില്ല? ദുർഗതി ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഗതി ദുർഗതിയാവണോ വേണ്ടേ എന്ന് ആരാ നിശ്ചയിക്കുന്നത്? മുകളിലിരുന്നിട്ട് ഒരാളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണോ? നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് കാര്യം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ദുർഗതി ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ കൃഷ്ണൻ പറയുന്നു, ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ തുടങ്ങിയിട്ടുള്ള വാക്ക്. അപ്പോ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കേ, ഈ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മാനസികമായി ഉയർന്നാൽ ഇനിയും ഇനിയും വരേണ്ടതായി ഈ മനസ്സിന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഉയരുകയേ ഉള്ളൂ. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഏത് സംസ്കാരമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങളിൽ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ സംസ്കാരത്തോടു കൂടിയിട്ടായിരിക്കും മനസ്സ് അടുത്ത ശരീരത്തോട് കൂടിച്ചേരുന്ന അത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാനായി. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതല്ല, നിങ്ങളിൽ ഉന്നതമായ സംസ്കാരമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശരീര സംസ്കാരത്തിൽ കൂടിച്ചേർന്ന് തുടർന്നുള്ള യാത്ര ചെയ്യും. അപ്പൊ ഈ മനസ്സ് ഒരു നിരന്തരമായൊരു
യാത്രയിലാണ്. ഇതൊരു ചക്രമാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പൊ കൂടുതൽ കൂടുതൽ നമ്മൾ പരമാത്മാവിലേക്ക് അടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ധീരരായി, ശക്തരായി, സംതൃപ്തരായി, സന്തുഷ്ടരായി നമുക്ക് കറങ്ങാം. നിങ്ങൾ അതിൽ നിന്നും അകന്നുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഭീരുക്കളായി, ദുർബലരായി, വേദനകൾ അനുഭവിച്ച്, വിഷമങ്ങൾ അനുഭവിച്ച് അപ്പോഴും കറങ്ങാം. എങ്ങനെ കറങ്ങണം എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇതൊരു ചക്രമാണ്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അകായൂരിന്ദ്രിയാരാമ. 3-ാമത്തെ അധ്യായത്തിൽ 16-ാം ശ്ലോകം ഗീതയിൽ. ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിലൂടെ ഞാനും നിങ്ങളും കറങ്ങാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ പിന്നെ എന്തായാലും കറങ്ങേ പറ്റുമെങ്കിൽ ധൈര്യത്തിൽ കറങ്ങുകയല്ലേ നല്ലത്? ആണോ അല്ലയോ? ദുർബലരായി കറങ്ങണോ, ധീരരായി കറങ്ങണോ? ധീരരായി കറങ്ങണം. അങ്ങനെ കറങ്ങണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആരോടടുക്കണം? ഭഗവാനോട് അടുക്കണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്നിലേക്ക് ലയിച്ചു ചേരുന്ന മനസ്സ് പുനർജന്മം ന വിദ്യതേ. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വീണ്ടും പഴയതുപോലെ ഒരു ദുർബലനായി ജനിക്കേണ്ട കാര്യമില്ല. പിന്നെ അവർ ജനിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് ജനനമല്ല ഉള്ളത്. ഇപ്പം നമ്മളൊക്കെ ജനിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കണം എന്നുള്ള വാക്ക് പറയുന്നത്. നിങ്ങൾ മാനസികമായി ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജനിക്കുന്നു എന്നുള്ള വാക്കല്ല പറയുക. പിന്നെ നിങ്ങളൊക്കെ മാനസികമായി ഉയർന്നു കഴിഞ്ഞാൽ പറയുന്ന വാക്ക് അവതരിക്കുന്നു, ലീല കഴിഞ്ഞ് വിടുന്നു എന്നൊക്കെയാണ്. ഒരുപക്ഷെ ആ വാക്ക് ഉപയോഗിക്കേണ്ട. കൂടുതൽ മാനസികമായി ഉയർന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇവിടെ ജനനവുമില്ല മരണവുമില്ല, കൂടിച്ചേരുന്നു, വേർപിരിയുന്നു. ഇതിങ്ങനെ അനസ്യൂതം നടക്കുന്നു. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ശരീരവുമായി കൂടിച്ചേരുന്നു, രാത്രിയാകുമ്പോൾ വേർപിരിയുന്നു. പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുകൂടുന്നു, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എന്നൊക്കെ രാമായണത്തിൽ വരികളുണ്ട്. ഉണ്ടോ? ഒരു ലോഡ്ജിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൂടിച്ചേർന്നിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പിരിയും, വീണ്ടും നാളെ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേരുന്നു, വേർപിരിയുന്നു. ഇതിങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ സെല്ലുകൾ കൂടുന്നു, പഴയതുകൾ വേറെ പിരിയുന്നു, പുതിയത് കൂടുന്നു, പിരിയുന്നു. നിങ്ങൾ നഖം ചെയ്യാറില്ലേ? നിങ്ങൾ കടിച്ചു മുറിച്ച് വലിച്ചെറിഞ്ഞാലും പുതിയത് വരുന്നു, വീണ്ടും നിങ്ങൾ കളയുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. മുടി എത്ര മുറിച്ച് കളഞ്ഞു, വീണ്ടും വരുന്നു. ശരിയല്ലേ ഈ പറയുന്നത്? അപ്പൊ ഇങ്ങനെ കൂടിച്ചേരുന്നു. അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ആരോടടുക്കണം? ആരിലേക്ക് അടുക്കണം? ഭഗവാൻ. സാധിക്കും എന്നാ ഭഗവാൻ പറയുന്നത്. ഈ ഒരു ജന്മം നിങ്ങൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അടുത്ത് ഇനിയൊരു വരേണ്ടതായിട്ടുണ്ടെങ്കിൽ, പാലക്കാട് നിങ്ങൾക്ക് വരണമെന്ന് മോഹമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,